എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ബെന്നിച്ചി തോമസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കാണ് 2 വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് എന്നോ അല്ലെങ്കിൽ എനിക്കൊരു അവധി ദിവസം കിട്ടിയപ്പം ഞാൻ ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് അതുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ചെറിയ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാറകൾ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ സ്ഥലത്ത് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എനിക്കൊരു 5-6 മണിക്കൂർ ഞാൻ ഫ്രീ ആണ്. അന്നേരം ആ ഗ്യാപ്പിലുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ വാറകളിനെ കുറിച്ച് പറയാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൊന്താഗിന്ന് ഏകദേശം ഒരു 75 കിലോമീറ്റർ അകലെയുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് വാറകൾ എന്ന് പറയുന്നത്. ഒത്തിരി മലയാള സുഹൃത്തുക്കളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ഏകദേശം 10,000, 20,000, 25,000 പോപ്പുലേഷൻ ഉണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത ട്രെയിൻ സർവീസൊക്കെ മെൽബണിൽ നിന്നും ട്രാൽഗൺ എന്നൊക്കെ സ്ഥലത്തു നിന്നൊക്കെ ഉണ്ട്. ഇത് വെസ്റ്റ് ജിപ്സ്ലാൻഡാണ്, ഞങ്ങൾ സൗത്ത് ജിപ്സ്ലാൻഡാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന റൂട്ടുകൾ, അത് ബൊന്താഗി നമ്മുടെ വാറകൾ വരുന്ന റൂട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായ റൂട്ടാണ്. വളവും തിരിവും നമ്മുടെ ഇടുക്കി കൂടെ ഒക്കെ പോകുന്ന ഒരു ഇടുക്കി കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കല്ലേ, വളവും തിരിവും എന്ന് പറഞ്ഞ റൂട്ടുകളാണ് ഈ. പക്ഷേ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്ന വാറകളിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഇപ്പുറം ന്യൂജി എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്തിന് ഇപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ വ്യൂ പോയിന്റിൽ എന്താ കാണിക്കാം. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ന്യൂജിക്ക്, എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മളവിടെ പോയി ഒരു കഫേയിലോ കണ്ടുപിടിച്ച് എന്തെങ്കിലും കഫേയും ന്യൂജി പരിസര പ്രദേശങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഏതായാലും ഈ വ്യൂ പോയിന്റ് ആദ്യം ഒന്ന് കാണിച്ചിട്ട് നേരെ ന്യൂജി. കിടുക്കൻ ഫാം ഹൗസ് അവിടെ ഇരിപ്പുണ്ട്. അതുകൂടാതെ അങ്ങ് മണ്ടയ്ക്കൊരു ഫാം ഹൗസ് ഉണ്ട്. ഈ വ്യൂ പോയിന്റിലോട്ട്, അത് ഈ വാലി വ്യൂസ് ഉള്ള ഈ ഫാം ഹൗസുകൾ, അവരൊക്കെ നല്ല ബാൽക്കണി ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് വാലി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതിനൊക്കെ നല്ല പൈസ ആവും ഈ ഫാം ഹൗസൊക്കെ മേടിക്കണമെങ്കിൽ. വേറൊരു ചെറിയ റിസ്ക് ഫാക്ടർ കൂടെ ഉണ്ട്. അതായത് ഈ സമ്മറിൽ ഇവിടെയൊക്കെ ബുഷ് ഫയറിന് വളരെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ചിലപ്പം ഈ ബുഷൊക്കെ കത്തിപ്പിടിച്ചാൽ ഈ വീടിനൊക്കെ റിസ്ക്കാണ്. അങ്ങനെ ഒരു ചെറിയ റിസ്ക് കൂടെ ഉണ്ട്. പക്ഷേ അത് എപ്പോഴും ഒന്നും വരുമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വന്നതായി. പക്ഷേ എങ്കിലും അവരല്ലാതെ താമസിക്കുന്ന നല്ല പീസ്ഫുൾ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. താഴോട്ട് നോക്കി നല്ല വളവും തിരിവുള്ള നല്ല കിടക്കൻ റോഡുകൾ. ഈ നമ്മുടെ വണ്ടിയൊക്കെ ചെറിയ സോപ്പൊട്ടി പോകുന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ അവിടെ കാണുന്നത് കൃഷിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു ട്രൗട്ട് ഫാമാണ്. അതായത് ന്യൂജിക്ക് ഇപ്പുറത്ത് ഒരു 3 കിലോമീറ്റർ ഇപ്പുറമുള്ളൊരു ട്രൗട്ട് ഫാം, ഒരു ഫിഷിംഗ് ഫാമാണ്. അതായത് നമ്മൾ ഈ ഹോളിഡേ സീസണിലും ഒക്കെ അത് ഓപ്പൺ ആകും. അതിൻ്റെ വാക്കിൽ ഏതാണെന്ന് ചെന്ന് നോക്കാം തുറക്കുമല്ലോ എന്ന്. തുറന്നെങ്കിൽ ഒന്ന് കയറി കാണാം. നമ്മൾ മീൻ പിടിക്കുന്നൊന്നുമില്ല, കാരണം പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന് വളരെ അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്തോ കറുത്തിട്ടേക്കെന്ന് പറഞ്ഞാൽ അത് ഈ വല ഇങ്ങനെ മൂടിയിട്ടേക്കാണ്. അതായത് ചെറിയ കൊക്കും അതുപോലുള്ള സാധനങ്ങളൊന്നും ഈ മീനെ പിടിക്കാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ മൂടിയിട്ടേക്കാണ്. അതിനകത്ത് ട്രൗട്ടുണ്ട്, ഫിഷുണ്ട്. അപ്പോൾ സീസൺ ആകുമ്പോഴത്തേക്ക് ഈ പിള്ളേർക്ക് വേണ്ടി എല്ലാം തുറന്നു കൊടുക്കും. അപ്പോൾ അതിനകത്തോട്ട് കയറി അവർക്ക് ചൂണ്ട നമുക്ക് അവർ ഹയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് പൈസ അടയ്ക്കണം. നമുക്ക് മീൻ കിലോ വേണമെങ്കിൽ മേടിച്ച് തൂക്കിക്കൊണ്ട് പോകാം, അതിന് പൈസ കൊടുക്കണം. അപ്പോൾ എല്ലാം പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അവിടെ വന്നാൽ മീൻ ഡെഫിനറ്റ് കിട്ടുമെന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ അതാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ റൂട്ടിൽ കൂടെ തന്നെയാണ് നേരെ നമുക്ക് ന്യൂജിയിലോട്ട് പോകേണ്ടത്. ഈ മലയുടെ അപ്പുറമാണ് ന്യൂജി, ഒരു 3 കിലോമീറ്റർ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ചെറിയ കാഴ്ചകൾ കണ്ട് ന്യൂജി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വയറിൽ നിന്ന് ചെറിയ വിളിയൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് നേരെ ന്യൂജി. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇത് സ്കൂൾ ഹോളിഡേയ്സും സാറ്റർഡേ സൺഡേയിലൊക്കെ ഓപ്പൺ ആവുള്ളൂ. ഇപ്പം സ്കൂൾ ഹോളിഡേയ്സ് ഒന്നും അല്ലല്ലോ നമ്മൾ ഈ വരുന്ന സമയം. അതുകൊണ്ടാണ് ഇവിടുന്ന് കയറാൻ പറ്റാത്തതാണ്. ഇഷ്ടം പോലെ മീനെ നമുക്ക് ഇവിടുന്ന് പിടിക്കാം. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ട്രൗട്ട് ഫാം കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ കാണേണ്ട ഒരു സ്ഥലമാണ് ന്യൂജി ട്രെസിൽ ബ്രിഡ്ജ്. ഉണ്ടല്ലേ, അങ്ങോട്ട് പോകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇത് ടെമ്പററി ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചേക്കാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ സ്കൂൾ ഹോളിഡേയ്സ് സമയത്തൊക്കെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ബ്രിഡ്ജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ നമ്മുടെ വാറകളും ന്യൂജിയിലെ റെയിൽവേ സ്റ്റേഷൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ പാളമായിരുന്നു. ഇങ്ങനെയുള്ള ബ്രിഡ്ജുകൾ ഓസ്ട്രേലിയ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോഴും ഇതൊക്കെ നമ്മളിങ്ങനെ അവർ കാത്തു സൂക്ഷിക്കുന്നത്. എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരത് ചെയ്യും. അതുകൊണ്ടാണ് അവർ, കാരണം ആൾക്കാരൊക്കെ എപ്പോഴും ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ലോഗുകൾ, ഇങ്ങനെയുള്ള ലോഗില്ല, തടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉള്ള ഒരു ഇതായിരുന്നു, ഈ റെയിൽ പാളമായിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ട്, അവിടെ നമുക്കൊന്ന് പോയി നോക്കണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും മുമ്പേ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു ചായയൊക്കെ ഒന്ന് കുടിക്കണം. അത് കഴിഞ്ഞ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ ആക്സസ് ഉണ്ടോ എന്ന് ഏതായാലും നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് അത് അൺഫോർച്യുനേറ്റ്ലി കാണാൻ പറ്റില്ല. നമ്മൾ ഈ ന്യൂജി ടൗൺ സെൻറ്ററിൻ്റെ തൊട്ടിപ്പുറയുള്ള മനോഹരമായ ഒരു ബാർബക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതിന് തൊട്ടിപ്പുറത്തൂടെ നല്ല അടിപൊളി റിവർ ഒഴുകുന്നുണ്ട്. ഇവിടെ ഈ കാർപ്പ് അങ്ങനെയുള്ള ഫിഷുകളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഇതാണ് കിടുക്കൻ റിവർ എന്ന് പറയുന്നത്. ചെറിയ നല്ല ഒഴുക്കുണ്ട്, കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ കാർപ്പ് എന്ന് പറഞ്ഞ ഫിഷ്, ട്രൗട്ട്, അതൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ ഇവിടേക്ക് ക്യാമ്പിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഇത് കണ്ടില്ലേ. ഇതിൻ്റെ ഓരത്ത് ഇഷ്ടംപോലെ വുഡ് ഡെക്കുകളുണ്ട്. വുഡ് ഡെക്ക്, ഇത് ഓസ്ട്രേലിയൻ വൈൽഡ് ഡെക്കാണ് വുഡ് ഡെക്ക്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ ഡെക്കിൻ്റെ ഏകദേശം അതേ ഷേപ്പൊക്കെ ഉണ്ട്. പക്ഷേ മെയിലിനെ കാണാൻ നല്ല ഇച്ചിരി ബ്യൂട്ടിഫുള്ളാണ്. ഫീമെയിലും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ എല്ലാം മെയിലിനെ കാണാൻ ഇച്ചിരി രസം. ഈ രാവിലെയാണ് ഈ മാതിരി തീറ്റയൊക്കെ തേടി ഇതിനകത്ത് ഇറങ്ങുന്ന, പായലും പൂപ്പലും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട് അവരിറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ 10-10 പേരൊക്കെ ആകുമ്പം അവർ കയറി പതുക്കെ ഇതിൻ്റെ ഓരത്തിരുന്ന് ചെറിയ ഉറക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മമാരിരുന്ന് ഇങ്ങനെ പതുക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കും. അവരുടെ വേറൊരു പ്രത്യേകത, നമ്മൾ അടുത്തോട്ട് ചെന്ന് ഇമാർ നല്ലോണം പറക്കും. ഇമാർ നല്ല കിടുക്കനായിട്ട് പറക്കുന്നവന്മാർ. അതായത് നീന്ത് മാത്രമല്ല, അവന്മാർക്ക് നല്ല രീതിയിൽ പറന്ന് പോകാൻ പറയും കേട്ടോ. പറക്കുന്നുണ്ട്, എല്ലാവരും പറന്ന് പോകുന്നുണ്ട്.
ആൾ അവിടെ നിന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് നോക്കാം. പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിയോ, പുള്ളി എവിടുത്തുകാരനാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. പുള്ളി അനുവദിക്കുമെങ്കിൽ കേട്ടോ. അതിൽ ഇവിടെ ചുമ്മാ ഒന്നും അറിയാനും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതെല്ലാം അങ്ങോട്ട് ഇന്ന് പുള്ളിയോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. Big water coming, food coming. Okay. Fish. Bite. Take it. Okay. No, because the water quiet. Cool. Yeah, okay. So no fish today then. No. No fish. All right, thank you. Thank you. Where live you? Eh? Where live? Oh, Wondagi, Phillip Island. Philippines? Yeah. Oh. No, sometimes coming familiar here for barbecue. Oh, okay. What's the name? Name? Vents. Vance. Okay, nice to meet you. Thank you. Hopefully you'll get. Anyway, best of luck. Yeah, maybe later. Yeah, that's true. മുമ്പ് ഞാൻ പറഞ്ഞ കണക്ക് ഹോളിഡേ സീസൺ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ നമുക്ക് മഷിയിട്ട കാണുക എന്നൊക്കെ നമ്മൾ നേരത്തെ തമാശ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് ആരെയും ഇവിടെ കാണാൻ പറ്റില്ല. ഏതായാലും നമുക്ക് ടൗൺ സെൻറ്ററിന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ ഒത്തിരി നാളായി ന്യൂജി വന്നിട്ട് ഒരു 4 കൊല്ലം കുറഞ്ഞതായിട്ടുണ്ട്. കാരണം നമ്മൾ 1-2 വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ വരികയല്ലോ. അപ്പോൾ മുമ്പ് ഈ പറഞ്ഞ കണക്ക് വാരകൾ വരേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് നമ്മൾ വന്നതെന്നുള്ളൂ. ഇവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു. അത് ഇനി ഓപ്പൺ ആണോ എന്ന് എനിക്കറിയാമല്ല. റെഡ് ഡെക്ക് കഫേ എന്ന് പറയാം. അവിടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഇങ്ങോട്ട് വന്നത്. ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ടൗൺ സെൻറ്ററിൻ്റെ അങ്ങോട്ടുള്ള ആ വഴി. ടൗൺ സെൻറ്റർ പറഞ്ഞാൽ വലിയ ടൗൺ സെൻറ്ററും കാര്യങ്ങളൊന്നുമില്ല. ചില വണ്ടികളൊക്കെ നമുക്കിങ്ങനെ പോകുന്നത് കാണാം. ഇതാണ് ലിറ്റിൽ റെഡ് ഡക്ക് കഫേ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പക്ഷേ അത് ഓപ്പൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചെറിയൊരു പെട്രോൾ പമ്പുണ്ട്. ഉണ്ടെങ്കിൽ പോയൊരു കാപ്പിയൊക്കെ അതിനകത്ത് മേടിച്ച് കുടിക്കാനും എന്തെങ്കിലും ഒന്ന് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ തൊട്ടിപ്പുറത്ത് ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്ത് നല്ല കിടക്കൻ പഴയ സ്റ്റൈലിലുള്ള ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട്. നമുക്കത് ഈ ഒരു പബ്ബ് നമുക്ക് കാണാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പബ്ബാണ്. അതിൻ്റെ വ്യൂവും, അതായത് ആ റിവറിൻ്റെ ആ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ഉച്ച കഴിഞ്ഞാണ് ഇവിടെ എല്ലാം ഒന്ന് ആക്റ്റീവ് ആകുന്നത്. ഈ പറഞ്ഞ കണക്ക് ഹോളിഡേ സീസൺ അല്ല, അതുകൊണ്ട് ഒന്നും ഓപ്പൺ. ഇപ്പോൾ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയാം. ഇതുണ്ടല്ലേ പിള്ളേർക്ക് നമുക്ക് ആ പുൽമൈതാനത്തിൽ നിന്ന് ഓടിക്കളിക്കുകയും ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യാം. വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ നമുക്ക് മീനും പിടിക്കാം കേട്ടോ. ഇതാണ് സ്ഥാപനം. ന്യൂജി ഹോട്ടൽ 1925 അത് ഓപ്പണിംഗ് ഏതാണ് പറഞ്ഞേക്കുന്നത്. പബ്ബും എല്ലാം കൂടിയതാണ് കേട്ടോ. ന്യൂജി ഹോട്ടൽ. ഇനി ഏതെങ്കിലും ആ കഫേയിലോട്ടൊന്ന് കയറി ചെല്ലാം. അവിടെ നിന്നൊരു കാപ്പിയോ എന്തെങ്കിലും നമുക്ക് പറ്റിയ സാധനം ഉണ്ടെന്ന് മേടിക്കുകയും ചെയ്യാം. കാരണം നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. കഫേക്കകത്തോട്ട് എല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ഇപ്പം വരും. ഒരു കാപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് 2-3 പേര് ഇരിപ്പുണ്ട്. വേറെ ആരുമില്ല കേട്ടോ. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾ വെയിറ്റിങ്ങിലാണ്. കാപ്പി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള നല്ല ചുമന്ന കാപ്പിലാണ്. എനിക്ക് ചുമന്ന കളർ ഭയങ്കര ഇഷ്ടമാണ്. ആ കാപ്പി വന്നുകൊണ്ട് ഒരു പ്രത്യേകത ഇതിന് ഉണ്ട്. നല്ല അടിപൊളി ഒരു കപ്പുച്ചീനോ. ഈ പറഞ്ഞ ഓട്ട് മിൽക്ക്, നമ്മൾ മിൽക്കിൻ്റെ ആളല്ല, ഓട്ട് മിൽക്ക് കോഫി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് താമസിയാതെ തന്നെ വരും. എന്നിട്ട് അതും ഒന്ന് കഴിക്കണം. കാരണം ഇപ്പോൾ ഏകദേശം 10 മണിയോളം വന്നു. ഇനിയിപ്പം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ചാണ് കഴിക്കുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിടു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാൽമൺ ഉണ്ടല്ലോ, ഇത് സാൽമൺ ആണ്. മറ്റേത് പോച്ച്ഡെഗ്, അവക്കാഡോ താഴെയുണ്ട്. പിന്നെ ബ്രെഡ്, നമ്മുടെ ഇത് ബ്രെഡുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇത് സംഭവം ഇത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് വരെ നിൽക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കാരണം നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. പ്രോട്ടീനുണ്ട്, കാർബുണ്ട്, ഫാറ്റുണ്ട്. ഇതാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, അടിപൊളിയാട്ടോ. കൊള്ളാം, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തിയാണ്. കാരണം ഈ പറഞ്ഞ നമ്മുടെ ഫുഡ് നമ്മൾ നോക്കുമ്പം ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്. പക്ഷേ നമുക്ക് ആദ്യം വേണ്ടത് പ്രോട്ടീൻ വേണം. കാർബോഹൈഡ്രേറ്റ് അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഫാറ്റ് ഇതെല്ലാം ആയിട്ടുള്ള നല്ല ബാലൻസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കിടുവാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിടുവായിരുന്നു. നല്ല പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. പ്രോട്ടീൻ, കാർബ്, നല്ല ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതിപ്പോൾ ഇനിയും വൈകിട്ട് വരെ ഈ സംഭവം അങ്ങ് നിന്നോളും. അതാണ് എൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് തൊട്ടപ്പുറത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് ക്ലോസ് ചെയ്തേക്കാണ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിനെ ഈ വാരകൾ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു നേരത്തെ, പണ്ട്. ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് ഇപ്പോൾ ടൂറിസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോമൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാം. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. പഴയൊരു ലോക്കോമോട്ടീവ് എൻജിൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റെയിൽപാളമൊക്കെ ഏകദേശം അതുകൊണ്ട് നേരത്തെ ടൂറിസ്റ്റ് റെയിൽവേ ഒക്കെ ഇതുവഴി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അവർ പിന്നെ അങ്ങ് നിർത്തിയത് 2005 അങ്ങാണ്ട് ക്ലോസ് ചെയ്തെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന ആൾക്കാർ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ വന്ന് ഈ ട്രെയിനകത്ത് കയറി ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഷെഡും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആണ് ആ എൻജിൻ എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂജി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ. ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം ആൾക്കാർക്ക് വേണമെങ്കിൽ. പിന്നെ 1-2 ബോഗിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ന്യൂജി ഹെറിറ്റേജ് സെൻറ്റർ. ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. ചെറിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതും ക്ലോസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഊട്ടിയിലൊക്കെ ഇന്നാൾ പറഞ്ഞ കണക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ഇത് കിട്ടുന്നുണ്ട്. പഴയ ഒരു ഏകദേശം ഒരു 10
25-30 കൊല്ലം പുറകോട്ട് പോയൊരു ഫീലിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. പഴയ റെയിൽവേ സ്റ്റേഷൻ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും ഇങ്ങനെ ടൂറിസ്റ്റ് സെൻ്ററായിട്ടൊക്കെ ഉപയോഗിക്കുകയാണ്. എന്നോട് പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ നിങ്ങൾ ഈ പോകുന്നിടത്തൊന്നും ഒരു മനുഷ്യരെ കാണുന്നില്ലല്ലോ. വളരെ സത്യമാണ്. ഇവിടെയൊക്കെ പോപ്പുലേഷൻ തീരെ കുറഞ്ഞ സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ വാൽഹല ആണെങ്കിലും ഈ ന്യൂജി ആണെങ്കിലും ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എടുത്തെന്ന് പറഞ്ഞാലും ഈ പോപ്പുലേഷൻ വളരെ കുറവാണ്. അതിൻ്റെ വേറെ ഒന്നുമല്ല, ആ പടം 2.5-3 കോടി ജനങ്ങൾ മാത്രമേ ഓസ്ട്രേലിയയിലുള്ളൂ എന്ന് നമ്മൾ നോക്കണം. കാരണം ഈ പറഞ്ഞ നമുക്ക് ഇവിടെയൊക്കെ ഉണരുന്നത് ഈ ഹോളിഡേ സീസണും ഒക്കെ ആയിക്കഴിയുമ്പോൾ പിള്ളേർ സ്കൂൾ ഹോളിഡേയ്സും ഒക്കെ ആകുമ്പോഴാണ് ഇവിടെയൊക്കെ മെയിനായിട്ട് ഉണരുന്നത്. പിന്നെ ഈ 4-wheel ഡ്രൈവറൊക്കെ പോകുന്നവരൊക്കെയാണ് കൂടുതലുള്ളത്. ഈ പറഞ്ഞ കണക്ക് ഓസ്ട്രേലിയയിലെ ഇന്ത്യയുടെ ഇരട്ടി വലുപ്പമുള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ 6ാമത്തെ വലുപ്പമുള്ള രാജ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയ. സബ്ജക്റ്റ് കറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ പോപ്പുലേഷൻ തീരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആൾക്കാരൊന്നും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന നമുക്ക് കാണാത്തത്. റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ട് നമ്മളിത് ഈ ടൊറോങ്കോ ഫോൾസ് ഇവിടെ ന്യൂജി വരുമ്പം കണ്ടിരിക്കേണ്ട ഒരു വളരെ മനോഹരമായ ഒരു ഫോൾസാണ്. ഈ പറഞ്ഞ കണക്ക് വളരെ വനത്തിനകത്താണ്. വളരെ ഈ കാറിയെപ്പോലും കേൾക്കില്ല. നമുക്ക് വാട്ടർഫോൾസിൻ്റെ ചെറിയ ഒച്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം. ഗം ട്രീസ് നിൽക്കുന്നുണ്ടല്ലോ, ഭയങ്കര വലിപ്പമുള്ള ഗം ട്രീസ് ഉണ്ടല്ലേ. ഇവിടെ ഒരു മനുഷ്യരില്ല കേട്ടോ, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഈ വനത്തിനകത്ത് ഈ വാട്ടർഫോൾസിൻ്റെ ഒച്ചയില്ലാതെ വേറൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാറിയോ പോലും ആരും കേൾക്കില്ല. പക്ഷേ നമുക്കങ്ങനെ പേടിയൊന്നുമില്ല. എന്തിനു പേടിക്കണം, ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് ഇവിടെ പിന്നെ ഈ പേടിക്കണത് നമുക്കങ്ങനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഏതാ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് ചാടിയിരുന്ന് മറിഞ്ഞിരുന്ന ആൾക്കാരും ഒക്കെ വളരെ കുറവാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ തൊട്ട് ആ ഫോൾസിൻ്റെ ചെറിയ ഒരു ആരംഭമാണ്. നമുക്ക് ഏതായാലും പെട്ടെന്ന് കാണാം. ഇതൊരു ബ്രിഡ്ജാണ്. ഭയങ്കര മനോഹരമാണ്. കണ്ടില്ലേ, ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇവിടെ ആ ഫോൾസിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ള ഇവിടെ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതല്ലേ കിടു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഈ വാട്ടർഫോൾസിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ കിടുവായിരിക്കും. നല്ല മനോഹരം പറഞ്ഞാൽ അതിമനോഹരം. എൻ്റെ പുറകെ ബായി കിടക്കുന്ന ക്യാമറയാണ് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി. ഏതായാലും നല്ല കിടു പാലവും നല്ല ആംബിയൻസും ഒരു മനുഷ്യരില്ല. മുമ്പേ പറഞ്ഞ ഉണക്ക് ഇച്ചിരി മുകളിലോട്ട് പോകണം നമുക്ക് വാട്ടർഫോൾസ് കാണാം. ഏതായാലും നേരെ മുകളിലോട്ട് കമോൺ ലെറ്റ്സ് ഗോ. നമ്മളുള്ളിൽ കയറി ചെറിയ ഇതുപോലുള്ള ചെറിയ ട്രാക്കുകളാണ്. ഈ ട്രാക്കുകൾ ഇങ്ങനെ തിരിയുമ്പം നമുക്കിങ്ങനെ ചെറിയ ഫോൾസ് നമുക്ക് കാണാൻ പറ്റും. ഈ ആനയൊക്കെ ഇങ്ങനെ ഈ മുള കാട്ടിക്കെല്ലുമ്പോൾ ഇങ്ങനെ ഓടിക്കുകയല്ലേ എന്ന് പറയുന്നത് ഒച്ച കേൾക്കാം. അതെനിക്കൊന്ന് ഈ ലയർ ബേർഡൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ വഴികളാണ് ഈ ഏലക്കാട് പോണക്കുള്ള ചെറിയ ട്രാക്കുകളുണ്ടല്ലേ. നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഏതായാലും നന്നായി. കാരണം ഇച്ചിരി കയറ്റം കയറാനുണ്ട്. ഒത്തിരിയൊന്നുമില്ല, ശകലം എങ്കിലും ഒരു എനർജി ഉണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിപ്പം 1 മണിക്കൂറോളം ആയി. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, അടിപൊളി സൂപ്പർ. ആരും ഇല്ലാത്തത് നന്നായി. കാരണം ആൾക്കാരല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ നിരന്ന് നിൽക്കുന്നതാണ് കാണാനായിട്ട്. അപ്പോൾ ആരുമില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ വ്യൂവിൻ്റെ ഒക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. എന്നാ മനോഹരമാണ്, സൂപ്പർ. ആ ഡ്രോൺ വിഷ്വൽസ് ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കാൻ. പക്ഷേ ഡ്രോൺ നമുക്കിവിടെ അലൗഡ് അല്ല. രസമെന്ന് നോക്കി, ബ്യൂട്ടിഫുൾ. കഴിഞ്ഞ ദിവസം മഴ പെയ്തു, അതൊന്നും വെച്ചൂടെ. എനിക്കൊന്ന് ഇനിയും മഴയുടെ സീസൺ കൂടും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നല്ലോണം ഇവിടെ എല്ലാം കണ്ടോണം വെള്ളമാവും. അതാണ് പൊളിയാണ്, പൊളി. എൻ്റെ പറയുന്നില്ല ടൊറോങ്കോ ഫോൾസ്. അത് നമ്മുടെ ഈ ന്യൂജിയിൽ നിന്ന് ഒരു 8-10 കിലോമീറ്ററുള്ള അകത്തോട്ടെ. പക്ഷേ ഇവിടെ വരുമ്പം ആൾക്കാരൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വേറൊന്നുമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യരെ ഇവിടെ ഇല്ല. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വരേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വന്നത്. അതല്ല, ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആരോടെങ്കിലും ഇൻഫോം ചെയ്തിട്ട് വരിക. കാരണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു തലകറക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കിടക്കുള്ളൂ. ചിലപ്പം പെട്ടെന്ന് ടൂറിസ്റ്റുകളോ ഒന്നും ഉണ്ടായെന്ന് വരികയില്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് വരാം, ഇന്ന സ്ഥലത്തോടാണ് ഞാൻ പോകുന്നത്. കണ്ടില്ലെങ്കിൽ അങ്ങനെ പല ഇൻസിഡൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർ അവർ ട്രാക്കൊക്കെ മാറിപ്പോയിട്ട് ചിലപ്പം തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കില്ല. അപ്പം വീട്ടിലെ ആൾക്കാർ ഉടനെ SES നമ്മളെ ഇവരെ എമർജൻസി അവരെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ വന്ന് സെർച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ എങ്ങോട്ട് പോയാലും ലോകത്തിൻ്റെ എവിടെ പോയാലും ഏത് ലൊക്കേഷനിലായിട്ട് ഒറ്റയ്ക്ക് പോകുന്നെങ്കിൽ അവരെ നമ്മുടെ സ്വന്തം ആൾക്കാരെ ഇൻഫോം ചെയ്തിട്ട് മാത്രം പോവുക. കാരണം ഇവിടെ ഇപ്പം ഒരു മനുഷ്യരും ഇല്ല. ഈ പറഞ്ഞ കാലുളുക്കുവോ ഒരു ചെറിയ നെഞ്ചിനു വരുവോ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായൊരു ഫോൾസ് എന്ന് പറഞ്ഞാൽ കിഡു ഫോൾസാണ്. ഈ മുമ്പേ പറഞ്ഞ നമുക്ക് ഡ്രോൺ ഷോട്ട് ഉണ്ടായിരുന്നു ഈ പൊളിച്ചേനെ. പക്ഷേ ഡ്രോൺ ഇവിടെ പറത്താനുള്ള അനുവാദമില്ല. പിന്നെ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഏതായാലും എടുത്തില്ല, വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഏതായാലും കിടുക്കൻ ഫോൾസ് കേട്ടോ. ഇനി നേരെ താഴോട്ട് ന്യൂജി ചെയ്തിട്ട് വീണ്ടും വാറകൾ. മുകളിൽ വേറൊരു ഫോൾസ് ഉണ്ട്. അതിനി ഒരു 600 മീറ്ററുടെ മുകളിലോട്ട് നടക്കണം. എല്ലാം സെയിം തന്നെ. അതുകൊണ്ട് നമ്മളിത് കണ്ടിട്ട് തിരിച്ചങ്ങ് പോവാണ്. ഇപ്പം തന്നെ 12 മണിയോളമായി. അപ്പം ഇനി നേരെ വാറകൾ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ
അവിടെ ചെന്നിട്ട് പറയാം. ഇനി ഫുഡൊന്നും കഴിക്കുന്നില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഹെവി ആയിരുന്നു. നമ്മളാ നടന്നു വന്ന അത് അങ്ങ് നടന്നു കയറിയത് അങ്ങ് ദഹിച്ചു. എന്തായാലും നമ്മൾ കഴിക്കുന്നില്ല, എന്നാൽ വയറ് ഫുള്ളാണ്. അതുകൊണ്ടൊക്കെ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഏതായാലും നേരെ വാറകൾ, കാർ പാർക്കിന് അവിടെ ചെന്നിട്ട് നേരെ വാറകൾ. ഈ പറഞ്ഞ കണക്ക് ഇന്ന് ബ്യൂട്ടിഫുൾ ഒരു ദിവസമാണ്. സാധാരണ ഈ ഹോളിഡേ സീസൺ വരുവാണെങ്കിൽ അതുവഴി ഇതുവഴിയൊക്കെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു, പിള്ളേരുടെ ബഹളമൊക്കെ അവിടെ ഇവിടെ കേൾക്കാം. പക്ഷേ ഇന്നും നിച്ചൽ നേരെ വീണ്ടും വാറകളിലെത്തിയേക്കാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങിക്കണം. ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മൾ ഇന്ത്യൻ സാധനം മേടിക്കാൻ പോകുന്നത് നമ്മുടെ അവിടെ നേരത്തെ ഒരു കടയുണ്ടായിരുന്നു, ഇപ്പോഴില്ല. നമ്മൾ പോകുന്നത് നമ്മുടെ ക്രാൻബാൻ, നമ്മുടെ ബോബീഷിൻ്റെ കടയോ അങ്ങനെയുള്ള കട അങ്ങനെ ഉള്ളിടത്തോട്ടായിരിക്കും. പക്ഷേ ഇന്നിവിടെ വന്നതുകൊണ്ട് ഒത്തിരി സാധനമൊന്നുമില്ല. ഇച്ചിരി സാധനമൊക്കെ ഈ ഇന്ത്യൻ ഷോപ്പിൽ ഞാൻ വന്നിട്ടില്ല, ഏതായാലും കയറി നോക്കാം എന്തൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി അരിയും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. ട്രൈ അവർ സ്പെഷ്യൽ ടീ ചായ എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. അതായത് ഒന്ന് കയറി നോക്കി ചായയൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ജിഞ്ചർ ടീ ഉണ്ടെന്ന്. അതിൽ അകത്തോട്ട് കയറിയിട്ട് നോക്കാം. അപ്പം ഈ കടയ്ക്കകത്ത് കയറിയ കാരണത്തുണ്ട് ഈ മെഷീനകത്താണ് ജിഞ്ചർ ടീ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്യാൻ യു മേക്ക് മീ വൺ പ്ലീസ്? സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ടീ, Yes. Kadak chai, masala tea, ginger tea, coffee, or lots of things. Which one? So cardamom tea is better, yeah. Cardamom? Cardamom, yeah. I hope it will be nice. They're always nice. Always nice. Yeah. What's your name? PK. Anyway, nice to meet you. Nice to meet you. നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇഷ്ടംപോലെ റൈസുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്നപ്പം നമ്മൾ ജിഞ്ചർ ടീ ഒന്ന് കുടിച്ചേക്കാം. കാടം ടീ ഒന്ന് കുടിക്കാൻ പോവാണ്. കിടു ചായ ആണ്, കിടു ടീ ആണ് കേട്ടോ, വേറൊന്നുമല്ല. ഇത് നമ്മൾ എയർപോർട്ടിലൊക്കെ കുടിക്കുകയല്ലേ, ആ സെയിം മെഷീൻ. പുള്ളി പറഞ്ഞു പുള്ളി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഈ മെഷീൻ എന്നാണ് പറഞ്ഞത്. അവിടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ ആ എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ 400-200 രൂപയൊക്കെയാണ് ടീക്ക്. പക്ഷേ ഇവിടെ അത്രയൊന്നുമില്ല. ഏതായാലും ടീ കൊള്ളാം. നമ്മുടെ ആ നാട്ടിൽ നമ്മൾ ഈ ചെറിയ ബസ് സ്റ്റാൻഡിലും അങ്ങനെയൊക്കെ ഇരുന്ന് കിട്ടുന്ന ഒരു ചായ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. ആ സെയിം മെഷീൻ വന്നാൽ മതി, പുള്ളി പറഞ്ഞത്. കൊള്ളാം, നല്ല കാർഡമം ഫ്ലേവറെല്ലാം ഉണ്ട്. അരിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുടി വെട്ടണം. നമ്മുടെ അവിടെ തലമുടി വെട്ടുന്നതിന് അപ്പോയിൻമെൻറ്റ് എടുക്കണം. പക്ഷേ എങ്കിലും ഒരു വോക്കിൻ ഒരിതുണ്ട്, ലേഡീസൊക്കെ വെട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ബാർബർ ഷോപ്പുണ്ട്, അതായത് ആണുങ്ങളുടെ മുടി മാത്രം വെട്ടുന്ന സ്ഥലം. അവിടെ ചെന്നിട്ട് തലമുടി വെട്ടണം. ഈ പറഞ്ഞ കണക്ക് പൈസ $10-30 ആവും, എങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് വെട്ടിത്തരും. അതായത് ബാർബർ ഷോപ്പിൽ ആളുണ്ടോ ഇല്ലയോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കയറി വെട്ടിയിട്ട് പോകാം. ഇതാണ് ഞാൻ വെട്ടാൻ പോകുന്ന കട, കണ്ടില്ലേ, നല്ല സ്റ്റൈലൻ കടയാണ്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഗുഡ്, സേ ഹലോ, ഓൾ ഗുഡ്. ഞാൻ പണ്ടൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ്, അതാണ് ഈ കടയിൽ വീണ്ടും വരാനുള്ള കാരണം. ഇതൊരു അഫ്ഗാനിസ്ഥാൻ. വാട്ട്സ് യുവർ നെയിം ബോയ്? ഫോർഗോട്ട്. Aaron. Aaron, nice to meet you, Aaron. He's the boss, isn't he? Big boss. I'm not the boss. Hey, how are you? Good, sir. What? Sami. Anyway, nice to meet you, Sami. You too, bro. Yeah, thank you. And so I need a haircut. Even though there is no hair, so I need a haircut. ഈ ബാർബർ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ബിയർ ഫ്രീ ഇസിൻ്റെ. തലമുടി വെട്ടിക്കഴിഞ്ഞാൽ ഒരു ബിയർ ഫ്രീ ആണ് ഇതിൽ. അപ്പോൾ കിടുക്കൻ ബാർബർ ഷോപ്പാണ്. സോ ഐ നീഡ് എ ഹെയർകട്ട്. താങ്ക് യു. Thank you, Bejan. Thank you. അങ്ങനെ തലമുടിയൊക്കെ വെട്ടി, തലമുടി ഇല്ല എന്നിരുന്നാൽ തന്നെ തലമുടി വെട്ടുക എന്നുള്ള അല്ലെങ്കിൽ എന്തോ ഒരു ഇറിറ്റേഷനാണ് എനിക്ക്. അത് തലമുടിയൊക്കെ വെട്ടി ഇനിയിപ്പോൾ എത്ര രൂപ എന്നൊക്കെ ഞാൻ പറയാം. പുള്ളിക്ക് പൈസ കൊടുക്കും, ബിയർ കൊടുത്തുണ്ടോ. ഞാൻ ബിയർ കുടിക്കാറില്ല, ചുമ്മാ പറഞ്ഞു കേട്ടോ. ബിയർ ഫ്രീ ആണ്, പക്ഷേ ബിയർ എടുക്കുന്നില്ല. ഏതായാലും പുള്ളിക്ക് പൈസ കൊടുത്തിട്ട് നേരെ പോയേക്കാം. തലമുടിയൊക്കെ വെട്ടി നല്ല നീറ്റായിട്ട് ഒരു വെട്ടി തന്നു. അഫ്ഗാൻ സ്വദേശികളാണ് രണ്ടുപേരും. ചേട്ടൻ കഴിഞ്ഞോ അങ്ങനെ കണ്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം പണ്ട് വന്ന ഒരു ഓർമ്മയുണ്ട്, അതിനാണ് കയറിയത്. ഇവിടെ 2-3 ബാർബർ ഷോപ്പുണ്ട്. ഈ ബാർബർ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളുടെ മുടി മാത്രം വെട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് അവരും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബൊന്താകിലൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ലേഡീസും എല്ലാം കൂടെ മിക്സായിട്ട് വെട്ടുന്ന സ്ഥലമാണ്. അവിടെ അപ്പോയിൻമെൻറ്റ് വേണം. പക്ഷേ ഒരു ഷോപ്പ് മാത്രം നമുക്ക് പോയിരുന്നിട്ട് ടോക്കൺ എടുത്തിട്ട് വെട്ടാം. പക്ഷേ അത് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ വന്നപ്പം ഈ പ്രവർത്തിക്കുന്ന സമയം ഉണ്ടായിരുന്നു. തലമുടി ഏതായാലും കിടക്കാനായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൈസ എത്രയാണെന്നുള്ളതാണ്. ഇവിടെ തലമുടി വെട്ടുന്നതിന് $30, $35, $40 അതായത് ഇങ്ങനെയുള്ള ട്രേഡിങ്ങുകൾക്ക് ഭയങ്കര കാശാണ് ഇവിടെ. ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നേരത്തെ രക്ഷപ്പെട്ടു പോകാൻ കേട്ടോ. കാരണം അതുപോലെ കാശാണ് ഈ ബാർബർ ഷോപ്പിൽ തലമുടി വെട്ടുക എന്നൊക്കെ പറയുന്നത്. ഭയങ്കര അഭിമാനമുള്ളൊരു ജോലിയും കൂടെയാണ് കേട്ടോ. ഇങ്ങനെ എന്ത് ജോലിക്ക് ഇവിടെ അഭിമാനമുണ്ട്, അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഏതായാലും തലമുടിയൊക്കെ വെട്ടി ഇനിയിപ്പോൾ നേരെ ഇച്ചിരി ടൈം കൂടെ ഉണ്ട്, നേരെ വീട്ടിലോട്ട്. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ലൈഫ് സ്റ്റൈൽ ചെറിയൊരു ട്രാവലൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം നമുക്കിപ്പോൾ ഇച്ചിരി ബിസിയാണ്, കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി താമസിയാതെ ട്രിപ്പുകളൊക്കെ ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.